ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ ഡയറി കുറിപ്പുകൾ. താഴെ പറയും വിധം എഴുതുക. നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുമ്പ് കരുണയുടെ രാജാവായി വരുന്നു. ന്യായവിധിയുടെ ദിവസം ഉദിക്കുന്നതിനു മുമ്പ് ഈ അടയാളം ആകാശത്ത് നൽകപ്പെടും. ആകാശം പ്രകാശരഹിതമാകുകയും വലിയ അന്ധകാരം ഭൂമുഖത്തെ ആവരണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആകാശത്ത് കുരിശടയാളം കാണപ്പെടും. രക്ഷകന്റെ കരങ്ങളും പാദങ്ങളും തറച്ച ആണിപ്പഴുതിലൂടെ വലിയ പ്രകാശരശ്മികൾ ഒരു നിശ്ചിത സമയത്തേക്ക് ഈ ഭൂമിയെ പ്രകാശിപ്പിക്കും. ഇത് അന്ത്യനാളിന് തൊട്ടു മുമ്പായി സംഭവിക്കും. ഓ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിൽന്യൂസ്, ഓഗസ്റ്റ് 2, 1934. വെള്ളിയാഴ്ച. വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിലേക്ക് എൻ്റെ ആത്മാവ് സംവഹിക്കപ്പെട്ടു. അവിടെ ബലവാന്മാരായ സ്വർഗീയ മാലാഖവൃന്ദങ്ങൾ നിരന്തരം ദൈവത്തെ പുകഴ്ത്തുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിന് അപ്പുറം സൃഷ്ടികൾക്ക് അപ്രാപ്യമായ ഒരു പ്രകാശം കണ്ടു. അവിടെ മാംസം ധരിച്ച വചനം മാത്രം മധ്യസ്ഥനായി പ്രവേശിക്കുന്നു. ഈശോ ഈ പ്രകാശത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ഞാൻ ഇപ്രകാരം കേട്ടു. നീ എന്ത് കേൾക്കുന്നുവോ അത് ഉടനെ തന്നെ എഴുതുക. ഞാൻ എൻ്റെ സത്തയിൽ തന്നെ സർവാധിപനാണ്. നിയമങ്ങൾക്കും ആവശ്യങ്ങൾക്കും അതീതൻ. ഞാൻ സൃഷ്ടികളെ അസ്തിത്വത്തിലേക്ക് വിളിക്കുന്നെങ്കിൽ അത് എൻ്റെ കരുണയുടെ ആധിക്യം കൊണ്ടാണ്. ഉടനെ തന്നെ ഞാൻ ചാപ്പലിൽ ആദ്യത്തെ പോലെ മുട്ടുകുത്തി നിൽക്കുന്നതായി കാണപ്പെട്ടു. വിശുദ്ധ ബലി സമാപിക്കുകയും ചെയ്തു. ഈ വാക്കുകൾ ഉടനെ തന്നെ ഞാൻ എഴുതി വച്ചു. ഒരിക്കൽ എൻ്റെ കുമ്പസാരക്കാരനിലൂടെ ഫാദർ സപ്പോച്കോ ആയിരിക്കാം. ദൈവം നിർവഹിക്കുന്ന ഈ ദൗത്യത്തിനായി എത്രമാത്രം അദ്ദേഹം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം ഭയപ്പെട്ടുപോയി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോയെ, ഇത് അങ്ങയുടെ കാര്യമാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങ് അച്ഛനോട് ഇപ്രകാരം പെരുമാറുന്നത്? അദ്ദേഹത്തോട് പ്രവർത്തിക്കാൻ കൽപ്പിക്കുമ്പോൾ തന്നെ അങ്ങ് തടസ്സങ്ങളും സൃഷ്ടിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു. എഴുതുക. രാവും പകലും എൻ്റെ കണ്ണുകൾ അവനിൽ ഉറച്ചിരിക്കുന്നു. അവൻ്റെ യോഗ്യത കൂട്ടാനാണ് ഈ പ്രതികൂലങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. നല്ല ഫലങ്ങൾക്കല്ല, മറിച്ച് എന്നെ പ്രതിയുള്ള ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനുമാണ് ഞാൻ പ്രതിഫലം നൽകുന്നത്.